ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സീമ ഫുഡ്സ്. ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനും വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കാസർഗോട്ടുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ വറവാണ്. സാധാരണ ചിക്കൻ തോരെന്നും ചില ആൾക്കാർ പറയലുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ ദിക്റുണ്ടെങ്കിൽ ദിക്റിൻ്റെ സമയത്താണ് അധികം ഉണ്ടാക്കൽ. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ദിക്കറിന് എല്ലാവരും വീട്ടിലും ഇതേപോലത്തെ ചിക്കൻ്റെ വറവും പത്തലുമാണ് ഉണ്ടാക്കൽ. അത് പള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണിത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയുള്ള പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലോട്ട് ഈ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 250 ml മെഷർമെൻറ്റ് കപ്പിൽ അര കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്പം പുളിയുള്ള തൈര്, നല്ല പുളിയുള്ള തൈര് വേണ്ട. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. മീഡിയം സൈസിലുള്ള 2 തക്കാളി ഞാനിവിടെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, അതും വളരെ തിന്നായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ആദ്യം ഞാനിവിടെ തക്കാളിയും നീരുള്ളിയൊക്കെ നല്ല പോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 വലിയ പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം തക്കാളിയും സവാളയൊക്കെ നല്ല പോലെ തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ചിക്കനുമായി നന്നായിട്ട് ഒന്ന് ഇളക്കി തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഏകദേശം 5 മിനിറ്റ് ഇതേപോലെ തന്നെ തിരുമ്മി യോജിപ്പിച്ച് മൂടി വെക്കണം. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ കറിക്കുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് കൂടും. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇല്ല എങ്കിൽ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ കറി വെക്കുന്നത്. ഇത് വേവാൻ വേണ്ടിയിട്ട് മീഡിയം തീയിൽ ഞാൻ അടുപ്പിൽ വെച്ചു. ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടല്ലോ, അത് 4 ടേബിൾ സ്പൂൺ, പെരും ജീരകം 1 ടേബിൾ സ്പൂൺ, പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. 2 ഗ്രാമ്പു, 4 ഏലക്ക, 1 സ്റ്റാർ, 1 പീസ് തക്കോലം, 1 ചെറിയ പീസ് പട്ട. ഇതെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടല്ലോ അതും കൂടി ചേർത്തതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത്. എണ്ണ ലേശം ഒഴിച്ചിട്ട് വറുത്തെടുത്താൽ മതി. നല്ലൊരു മൂത്ത മണം വരും. ആ സമയമാകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം 20 വറ്റൽമുളക് ഉണ്ടല്ലോ അതും ഞാനിതിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ല പോലെ ക്രിസ്പി ആവണം, നല്ലൊരു മൂത്ത മണം വരും. ആ സമയം വരെ നമുക്കിത് വറുത്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ചിക്കൻ കറി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. സാധാരണ നമ്മളെല്ലാവരും മുളക് പൊടിയൊക്കെ സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കറി വെക്കൽ. ഇങ്ങനെ നമ്മൾ തന്നെ വീട്ടിൽ വറുത്ത് ഉണ്ടാക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കെല്ലാം പൊടിച്ചെടുക്കണം. അല്പം ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം പൊടിച്ചെടുക്കുന്നത്. അല്പം ഒരു തരിയോട് കൂടിയാണ് ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ളത്. നല്ല ഫൈന് പേസ്റ്റായിട്ട് പൊടിയണമെന്നൊന്നുമില്ല. ഇങ്ങനെ പൊടിച്ചെടുത്ത് വറവുണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വലിയ ഒരു മുറി തേങ്ങയാണ്. അതും ഇതിലേക്ക് 2 സവാള വളരെ ചെറുതായി അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ പെരുംജീരകം, 1 വറ്റൽമുളക്. ഇത്രയും നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഈ സവാളയും അതേപോലെ തന്നെ തേങ്ങയെല്ലാം നന്നായിട്ട് വറുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണം വരും. ആ ഒരു മണം കൊണ്ട് തന്നെ കറി കൂട്ടാമെന്ന് നമുക്ക് വിചാരിക്കും. അത്രയും നല്ലൊരു ഫ്ലേവറാണ് ഇത് വറുത്ത് വരുമ്പോൾ കിട്ടുന്നത്. ഇനി നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. വറുക്കുന്ന സമയം മീഡിയം തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഫുൾ തീയിലാണെങ്കിൽ പെട്ടെന്ന് റോസ്റ്റായി കിട്ടിയാലും നല്ലൊരു മൊരിഞ്ഞ ടേസ്റ്റും മൊരിഞ്ഞ ഒരു സ്ട്രെച്ചറും കിട്ടില്ല. അതുകൊണ്ട് തന്നെ മീഡിയം തീയിലിട്ട് വീഡിയോയിൽ കാണുന്ന രീതി ഉണ്ടല്ലോ ഈ രീതിയിൽ വറുത്തെടുക്കണം. പിന്നെ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ ഈ കറിയുടെ ടേസ്റ്റ് മൊത്തം മാറും. ഇപ്പോൾ സവാളയെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് നല്ല ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്.
ഈ സമയം കൊണ്ട് ഏകദേശം ചിക്കൻ പകുതി വെന്തിട്ടുണ്ട്. ഇപ്പോൾ മീഡിയം തീയിൽ വെച്ചിട്ട് 10 മിനിറ്റായി. നല്ല പോലെ വീണ്ടും ഞാൻ ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചു. ഈ സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടാണ് നല്ല പോലെ മൂടി വെച്ചത്. ഇനി ഒരു 5 മിനിറ്റും കൂടി വെന്ത് വരണം. ഇപ്പോൾ 15 മിനിറ്റായി. 15 മിനിറ്റ് ആകുമ്പോൾ ചിക്കൻ ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തന്നെ വീട് മുഴുവൻ ഒരു പ്രത്യേക തരം വാസനയാണ്. നല്ല നല്ല മനസ്സിന് കുളിർമ തരുന്നൊരു മണം ഉണ്ടല്ലോ, ആ മണമാണ് വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി ഉണ്ടല്ലോ, 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇത് മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഈ മുളകുണ്ടല്ലോ ചിക്കനിൽ കിടന്നൊന്ന് വേവണം. അതിന് വേണ്ടി ഒരു 5 മിനിറ്റ് സമയം കൊടുത്താൽ മതി. 5 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് മസാലയും ചിക്കനെല്ലാം ഒന്ന് മിക്സായിട്ട് വരും. ആ ഒരു പരുവത്തിലാവണം. കുറച്ച് ഗ്രേവി ബാക്കി ഉണ്ടാവണം, കൂടുതൽ വറ്റിക്കണ്ട. ഇനി കൂടുതൽ വറ്റിപ്പോയാൽ തിളച്ച വെള്ളം 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് ഗ്രേവിയൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വേവിച്ചെടുക്കണം. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ വറവാണ്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ സാധാരണ എല്ലാവരുടെ വീട്ടിലേക്കും എപ്പോഴും കോഴി കൊണ്ടുവരാറുണ്ടല്ലോ, ഒരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് തേങ്ങാ മിക്സെല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ വലിയ വീമ്പളക്കുന്നൊന്നും വിചാരിക്കേണ്ട, സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇനി ഈ തേങ്ങായും മല്ലിയിലെല്ലാം കൂടി ഒന്ന് 2 മിനിറ്റ് ഒരു മീഡിയം തീയിൽ വെച്ച് കൊടുക്കണം. ഇതാ ഓയിലെല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്, കറക്റ്റ് പാകമായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വലിയ കോഴിയാണ്, 2.5 കിലോയുടെ കോഴിയായിരുന്നു. അതിൽ നിന്നാണ് 3/4 കിലോ എടുത്തിട്ടുള്ളത്. ഇനി കുഞ്ഞു കോഴിയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും സമയം വേവിക്കണ്ട, കുറച്ച് സമയം കുറവ് വേവിച്ചാൽ മതി, ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോവണ്ട. ഇത് നല്ല മൂത്ത ചിക്കനാണ്, നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 22 മിനിറ്റിനടുത്ത് ഞാൻ കുക്ക് ചെയ്തെടുത്തു. ഇതാ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ വറവാണിത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതേപോലെ അഭിപ്രായങ്ങളും എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം. ദാ ചൂടോട് കൂടി നല്ല പത്തലും അല്ലെങ്കിൽ നെയ്പ്പത്തലും ഒക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇതേപോലെ ഒരു ചിക്കൻ കറി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ഈ കറി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പം അത്രയും ടേസ്റ്റായിട്ടൊരു ചിക്കൻ കറിയാണിത്. ചിക്കൻ തോരനോ ചിക്കൻ വറവെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിളിക്കാം. ഞാൻ നേരത്തെ തന്നെ കുറച്ച് തേങ്ങ വറുത്തതുണ്ടല്ലോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് മുകളിലേക്ക് ഒന്ന് വിതറിക്കൊടുത്തു. കുറച്ച് മല്ലിയിലയും വിതറിക്കൊടുത്തു. അങ്ങനെ ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ചിക്കൻ വറവ് റെഡിയായി. ഇത് ഞങ്ങളെ കാസർഗോഡിൻ്റെ സ്വന്തമാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കാസർഗോഡിൻ്റെ ഏതെങ്കിലും റെസിപ്പി ആവശ്യമാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.